പാലക്കാട് അട്ടപ്പാടി ആഞ്ചങ്കൊമ്പ് ഉന്നതിയിലെ വള്ളിയമ്മ കൊല്ലപ്പെട്ടത് തലക്കടിയേറ്റെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. വിറകുള്ളി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഭർത്താവ് പഴനി സമ്മതിച്ചത്. ആയിഷത്തുൽ ഷംന പാലക്കാട് നിന്ന്. ഷംന, ഗുഡ് മോർണിംഗ്, ഹാപ്പി ദിവാലി. ഷംന, വിവരങ്ങൾ. ഒക്ടോബർ 17-ാം തീയതിയാണ് വള്ളിയമ്മയുടെ മൃതദേഹം കാട്ടിൽ കുഴിച്ചു മൂടിയ നിലയിൽ കാണപ്പെടുന്നത്. ഇതേ തുടർന്ന് ഈ പോലീസ് പഴനിയെ, അതായത് വള്ളിയമ്മയുടെ രണ്ടാം ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടുകൂടി ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നു. എന്തായാലും ഈ ഒക്ടോബർ 17-ാം തീയതി മൃതദേഹം കണ്ടെത്തുന്നതിന് 2 മാസം മുൻപ് തന്നെ വള്ളിയമ്മയെ കാണാനില്ലെന്ന് കാട്ടി മക്കൾ പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വനത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ വള്ളിയമ്മയും ഭർത്താവ് പഴനിയുമായി ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിനിടയ്ക്ക് ഇരുവരും വിറക് ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയപ്പോഴാണ് പിന്നീട് തർക്കങ്ങൾ രൂക്ഷമാകുന്നതും വള്ളിയമ്മയെ വിറക് കൊള്ളി കൊണ്ട് തന്നെ തലക്കടിച്ച് ഈ പഴനി ഭർത്താവ് കൊല്ലുന്നതും. ഇതിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് വള്ളിയമ്മയുടെ നെറ്റിക്ക് മുകളിൽ തലയോട്ടിയിലായി ആഴത്തിൽ അതിശക്തമായി തന്നെ അടിയേറ്റിട്ടുണ്ട്. ഇതാണ് മരണകാരണം എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നേരത്തെ തന്നെ ഈ പഴനി കുറ്റം സമ്മതിച്ച വേളയിൽ തലയ്ക്ക് വിറക് കൊള്ളി കൊണ്ട് അടിച്ചിരുന്നു എന്നുകൂടി മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇയാൾ വള്ളിയമ്മയെ കൊന്നതിന് ശേഷം പിന്നീട് 2 ദിവസത്തിന് ശേഷമാണ് ഈ മൃതദേഹം കുഴിച്ചു മൂടുന്നത്. ആദ്യഘട്ടത്തിൽ ഈ തർക്കത്തിനിടെ കൊലപാതകം നടത്തി പിന്നീട് ഇയാൾ വനത്തിൽ നിന്നും തിരികെ വരികയായിരുന്നു. പിന്നീട് 2 ദിവസത്തിന് ശേഷം വനത്തിലേക്ക് വീണ്ടും ഉൾവനത്തിലേക്ക് പോയി അവിടെയാണ് പിന്നെ മൃതദേഹം കുഴിച്ചു മൂടിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.